ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ സീമാൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ക്വസ്റ്റ്യന്റെ PDF ആവശ്യമുള്ളവര് PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻ PDF അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. ശരിയാണ്. 2. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. 3. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. തെറ്റായിട്ടുള്ളതാണ്. 4. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2, 4 ആണ് അല്ലെ? ഓപ്ഷൻ ബി 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഡോക്ടർ BR അംബേദ്കർ എന്തിനെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്? ആർട്ടിക്കിൾ 32-നെയാണ് അല്ലെ? ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാപരമായിട്ട് പരിഹാരം കാണാനുള്ള അവകാശമാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26-നാണ്. ഓപ്ഷൻ ഡി, 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. നാലാമത്തെ ചോദ്യം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആരാ? മഹാത്മാഗാന്ധിയാണ്. ഓപ്ഷൻ ബി, മഹാത്മാഗാന്ധി. അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യമായിട്ട് ഭേദഗതി വരുത്തിയത് ഏത് വർഷത്തിലാണ്? 1951. ഓപ്ഷൻ സി, 1951. ആറാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദ്യം. ഒന്നാമത്തേത്, ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു. തെറ്റാണല്ലേ? 2, ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ രണ്ടാമൻ. ശരിയാണ്. 3, ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. അപ്പൊ എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ശരിയല്ലാത്തത് ഒന്നാമത്തെ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ ബി, 1 മാത്രമാണ് ഇവിടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7, സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാംസെ അച്ച രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. എട്ടാമത്തെ ചോദ്യം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദ്യം. 1, ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരിയാണ്. 2, ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. 3, മഹാത്മാ എന്നത് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 4, ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ 4-മത്തെയാണ് തെറ്റായിട്ടുള്ളത് അല്ലെ? ബാക്കി 3ഉം ശരിയാണ്. ഇവിടെ ശരിയല്ലാത്തതാണ് ചോദ്യം. 4 മാത്രമാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ സി. 9, ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. 1, സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നെടുത്തതാണ് ദേശീയ മുദ്ര. ശരിയാണ്. 2,
അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്. തെറ്റാണ്. 3. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. ശരിയാണ്, 47 ത്രിവർണ പതാക സ്വീകരിച്ചത്. അപ്പൊ ശരിയായിട്ടുള്ളതാണ്. ചോദ്യം ഏതൊക്കെയാണ്? 1ഉം 3ഉം ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 11. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? 1809 ജനുവരി 11. ഓപ്ഷൻ എ. കുണ്ടറ വിളംബരം നടന്ന എന്നാണ്? 1809 ജനുവരി 11. 12ാമത്തെ ചോദ്യം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. 1. മലബാർ കലാപം നടന്നത് 1921. ശരിയാണ്. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. തെറ്റാണത്. 3. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 3ഉം ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. 13. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതിഭായ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? ഗൗരി പാർവതിഭായ്. 14. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ഓപ്ഷൻ എ. ആറ്റിങ്ങൽ കലാപം. 15. പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചതെന്ന്? പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് 1805 നവംബർ 30. ഓപ്ഷൻ ബി. 1805 നവംബർ 30. അടുത്ത ക്വസ്റ്റ്യൻ 16. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത്? മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്വിറ്റ്സർലൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 17. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? കേരളത്തിലെ സാക്ഷരതാ നിരക്ക് 94%. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 18. സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്? എവിടുന്ന സാമ്പത്തികാസൂത്രണം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓപ്ഷൻ സി. സോവിയറ്റ് യൂണിയൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഭക്രാനംഗൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഭക്രാനംഗൽ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ് നദിയിൽ. ഓപ്ഷൻ ബി. സത്ലജ്. 20. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ഹോമി ജഹാംഗീർ ഭാഭ. ഓപ്ഷൻ എ. ഹോമി ജഹാംഗീർ ഭാഭ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഓപ്ഷൻ സി. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. 22. താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ജോൺ മത്തായി ആണ്. ഓപ്ഷൻ ഡി. ജോൺ മത്തായി. 23. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഊർജ സംരക്ഷണ ദിനം? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഓപ്ഷൻ എ. ഡിസംബർ 14. 24ാമത്തെ ക്വസ്റ്റ്യൻ. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 1. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. ശരിയാണല്ലേ? ജൂലൈ 14. 2. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച എന്നാണ്? 2023 ഓഗസ്റ്റ് 5. അതും ശരിയാണ്.
3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. അതും ശരിയാണ്. അപ്പോൾ ചന്ദ്രയാൻ 3യെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ? തന്നിരിക്കുന്ന 3ഉം ശരിയാണ് അല്ലെ? ഓപ്ഷൻ എ എല്ലാം ശരി. 25 കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. 1 സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ശരിയാണല്ലേ? ഇടനാട് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം. 2 ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. തെറ്റാണ്, അത് മലനാടിൻ്റെതാണ്. 3 ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അതും മലനാടിന്റെ പ്രത്യേകതയാണ് അല്ലെ? 4 ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. അത് ശരിയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് ശരിയല്ലാത്തതാണ്. 2ഉം 3ഉം ആണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി 2ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. തുഷാരഗിരി കോഴിക്കോട് ശരിയാണ്. വാഴച്ചാൽ പത്തനംതിട്ട. വാഴച്ചാൽ പത്തനംതിട്ട ശരിയാണോ? അല്ല, തെറ്റാണ്. വാഴച്ചാൽ തൃശ്ശൂരാണ്. ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം. ബാക്കി 3ഉം ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് വാഴച്ചാൽ പത്തനംതിട്ട എന്നുള്ളതാണ്. 27 കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 1 മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. ശരിയാണ്. 2 മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ശരിയാണ്. 3 ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. ശരിയാണ്. അപ്പോ ഏതൊക്കെ ശരിയായിട്ടുള്ളത്? 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. 1 കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2 സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. ശരിയായിട്ടുള്ളതാണ്. 3 കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട്. തെറ്റാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ഇതില്? 1ഉം 2ഉം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. 1 ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. ശരിയാണ്. 2 കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലി. ആദ്യത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി അല്ല. 3 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ശരിയാണ്. 4 വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം. അതും തെറ്റാണ്. നമ്മളോട് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി 2ഉം 4ഉം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കണ്ടെത്തേണ്ടത്. 1 കബനി, 2 പാമ്പാർ, 3 പമ്പ, 4 പെരിയാർ. അപ്പൊ ഏതൊക്കെയാണ്? കബനിയും പാമ്പാറും. 1ഉം 2ഉം ആണുള്ളത് അല്ലെ? ഓപ്ഷൻ എ തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം ആണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 31 വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ
ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏത്? ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം തന്നിരിക്കുന്നതിൽ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 32. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഏതാണ്? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. 33. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? തന്നിരിക്കുന്നതിൽ കോട്ടയമാണ് ആൻസർ. കോട്ടയം കടൽ തീരമില്ലാത്ത ജില്ലയാണ്. 34. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട. ഓപ്ഷൻ സി. 35. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. നമ്മളോട് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ. ശരിയാണ്. 2. താരതമ്യേന വീതി കുറവ്. വീതി കുറവല്ല, വീതി കൂടുതലാണ്. 3. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. തെറ്റാണ്. 4. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അത് ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളതാണ് ചോദ്യം. 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. 2ഉം 3ഉം ഓപ്ഷൻ ഡി. 36. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇവിടെയും തെറ്റായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. 1. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. ശരിയാണ്. അപരദന തീവ്രത കൂടുതൽ. അതും ശരിയാണ്. 3. അപരദന തീവ്രത കുറവ്. അത് തെറ്റാണ്. 4. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. അതും തെറ്റാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് 3ഉം 4ഉം ആണ്. ഓപ്ഷൻ ബി 3ഉം 4ഉം. ക്വസ്റ്റ്യൻ നമ്പർ 37. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖങ്ങളാണ് കണ്ടെത്തേണ്ടത്. 1. നവശേവ പടിഞ്ഞാറാണ്. 2. കാൻഡില. കാൻഡില പടിഞ്ഞാറാണ്. 3. ഹാൽഡിയ. 4. വിശാഖപട്ടണം. അപ്പൊ ഏതൊക്കെയാണ് പടിഞ്ഞാറ് തീരത്തുള്ളത്? 1ഉം 2ഉം. ഓപ്ഷൻ എ 1ഉം 2ഉം. 38. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ. 1. കാരക്കോറം. 2. ഹിമാചൽ. 3. സസ്കർ. 4. സിവാലിക്. ഏതൊക്കെയാണ്? കാരക്കോറവും സസ്കറുമാണ് വരുന്നത് അല്ലെ ഇതില്. ഓപ്ഷൻ ബി 1ഉം 3ഉം. കാരക്കോറവും സസ്കറും. 39. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കാവേരി നദിയുടെ പോഷക നദിയാണ്. കബനി കാവേരി നദിയുടെ പോഷക നദിയാണ്. 40. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയായിരുന്നു? ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയായിരുന്നു അല്ലെ ഫൈനലിൽ വന്നത്. ഇന്ത്യ, പിന്നെ ആരാ? ദക്ഷിണാഫ്രിക്ക. 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ഡി 1ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 41. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി. 2023 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി. ഓപ്ഷൻ എ. 42. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആര്? ആരാണ്? രാഹുൽ ഗാന്ധിയാണ് അല്ലെ. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 43. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2024 ബ്രസീലാണ്. 2023 ഇന്ത്യ, 2024 ബ്രസീൽ. 44. താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്? നോക്കാം. കാർഷിക മേഖല, ആരോഗ്യ മേഖല. 2. വ്യവസായിക മേഖല, ആരോഗ്യ മേഖല. 3. കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല. അപ്പൊ ഏതാണ് വരുന്നത്? 3 ആണ് അല്ലെ. കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല. അതാണ് ശരിയായിട്ടുള്ളത്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അതിനെ പറയുന്ന മറ്റു പേരാണ് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല എന്നുള്ളത്. ഓപ്ഷൻ ഡി.
45 കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. 1 കത്തി, കരി, താടി. 2 താടി, മിനുക്ക്. 3 പച്ച, മിനുക്ക്. ഏതൊക്കെയാണ്? കത്തി, കരി, താടി, പച്ച, മിനുക്ക്. ഇത്രയാണ് അല്ലെ? അപ്പൊ 1ഉം 3ഉം ആണ് ഉത്തരം. ഓപ്ഷൻ സി 1ഉം 3ഉം. കഥകളിയിലെ വേഷങ്ങള് കത്തി, കരി, താടി, പച്ച, മിനുക്ക്. 46 കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ്? കളിക്കാരുടെ എണ്ണം 11 ആയിട്ടുള്ളത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്ന്. ക്രിക്കറ്റ്, ഹോക്കി. ക്രിക്കറ്റ്, ഹോക്കിയാണ്. ഫുട്ബോൾ, വോളിബോൾ. ഫുട്ബോൾ ഉണ്ട്, പക്ഷെ വോളിബോൾ ഇല്ല. 3 ഫുട്ബോൾ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? 1ഉം 3ഉം. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. 1ഉം 3ഉം. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 47 താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്? വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം. രാത്രിമഴ. ഓപ്ഷൻ ബി രാത്രിമഴ. ആരുടെയാണ്? സുഗതകുമാരിയുടെയാണ്. അടുത്ത 48 താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? ഹിലാരി ക്ലിന്റൺ, ബറാക് ഒബാമ. 2 ജോ ബൈഡൻ, ഡൊണാൾഡ് ട്രംപ്. 3 ഹിലാരി ക്ലിന്റൺ. വഹിക്കാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഹിലാരി ക്ലിന്റൺ ആണ്. 3 ആണ് ഉത്തരം. ഓപ്ഷൻ സി. 49 ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? 75 രൂപ. 50 ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്തെന്നാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ. പഴയ പാർലമെന്റിനെ സംവിധാൻ സദൻ എന്നാണ് അറിയപ്പെടുന്നത്. 51 ബെഞ്ചമിൻ നെതന്യാഹു ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ ബി ഇസ്രായേൽ. 52 താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ജൂൺ 12 ആണ് ബാലവേല വിരുദ്ധ ദിനം. ആൻ ഫ്രാങ്കിന്റെ ജന്മദിനമാണ്. ഓപ്ഷൻ സി ആൻ ഫ്രാങ്ക്. മലാല യൂസുഫ്സായുടേത് ജൂലൈ 12 ആണ്. 53 ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതിലേതാ? സസ്യങ്ങൾ അല്ലെ? പുല്ല്. ഓപ്ഷൻ സി. 54 ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര തെങ്ങാണ്. ഓപ്ഷൻ ബി. 55 പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരള്. ഓപ്ഷൻ ഡി. 56 വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? വായ്പുണ്ണ് ജീവകം ബി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജീവകം ബി. 57 താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏത്? വന്യജീവി സങ്കേതം നീലഗിരി. നീലഗിരി വന്യജീവി സങ്കേതമല്ല, തെറ്റാണ്. 2 ദേശീയ പാർക്ക് സൈലന്റ് വാലി, ശരിയാണ്. 3 കമ്മ്യൂണിറ്റി റിസർവ് അഗസ്ത്യാർകൂടം, തെറ്റാണ്. 4 ബയോസ്ഫിയർ റിസർവ് കടലുണ്ടി, അതും തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതാ? സൈലന്റ് വാലി ദേശീയ പാർക്ക് 2 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി. 58 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ആർക്കാണ്? ശാസ്ത്രജ്ഞർക്ക് നൽകുന്നതാണ്. ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർ. 59 ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. ഓപ്ഷൻ എ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. 60 താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? ആസിഡിന്റെ പൊതു സ്വഭാവം: 1 നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ശരിയാണ്. 2 ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. 3 pH മൂല്യം 7ൽ കൂടുതലാണ്, തെറ്റാണ്. pH മൂല്യം 7ൽ
കുറവാണ്. ആസിഡിൻ്റെത് pH മൂല്യം 7 കുറവാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് 1 ഉം 4 ആണ്. ഓപ്ഷൻ ഡി 1 ഉം 4. 61. രണ്ട് സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം 5 ആണ്. 360/60. ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്? 60 ആണ്. 60 - 1 6 എന്ന് കിട്ടും. 6 - 1 5. 62. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം. തന്നിരിക്കുന്നതിൽ ആദ്യം ദൃശ്യമാകുന്നത് എവിടെയാ? ആസാം. ഓപ്ഷൻ ബി. 63. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ആട്ടുകട്ടിലിന്റെ ചലനം ദോലന ചലനമാണ്. ഫാനിലെ ദളങ്ങളുടെ ചലനം തെറ്റാണ്. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ശരിയാണ്. സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം. അപ്പൊ പെടാത്തവയാണ് ചോദ്യം. 2 ഉം 4 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി 2 ഉം 4 ഉം. 64. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ 65. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആര്? യൂജിൻ സെർനൻ. ഓപ്ഷൻ ഡി. 66. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. 67. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരി വൈറസ് ആണ്. ഓപ്ഷൻ എ. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരി വൈറസ്. 68. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഏതാണ്? ഈഡിസ് ആണ് അല്ലെ? ഓപ്ഷൻ എ. 69. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ്? HIV. ഓപ്ഷൻ ബി HIV ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ്. 70. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120/80 mm/Hg ആണ്. ഓപ്ഷൻ സി 120/80 mmHg. 71. മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? എത്രയാണ്? 206. 72. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? ഇനാമലാണ്. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഇനാമൽ. 73. ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? എത്രയാണ്? 72. 72. ക്വസ്റ്റ്യൻ നമ്പർ 74. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ഓപ്ഷൻ സി ബ്രോങ്കൈറ്റിസ്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തതേത്? തന്നിരിക്കുന്നതിൽ ഏതാ? ടൈഫോയിഡ്. ബാക്കി 3ഉം ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ്. പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം 3ഉം ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ്. 76. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര്? മൃതസഞ്ജീവനി. ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. 77. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ്? വരയാട്. ഇരവികുളം വരയാടിനെയാണ് സംരക്ഷിക്കുന്നത്. 78. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി ഹോർട്ടികൾച്ചർ. 79. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? ഏതാണ് ഇതെല്ലാം? നെല്ലിന്റെ വിത്തിനങ്ങളാണ്. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ ഒക്കെ നെല്ലിന്റെ വിത്തിനങ്ങളാണ്. 80. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ഓപ്ഷൻ സി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി.
81 മുതൽ മാത്സ് ആണ്. ഉത്തരങ്ങൾ പറയാം. 213 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതെന്നാണ് ചോദ്യം. 1, ഓപ്ഷൻ എ 1 ആണ് ഉത്തരം. 82, 24, 15, 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത്? ഓപ്ഷൻ സി 9720. 83, 527.864 എന്ന ദശാംശ സംഖ്യയിൽ എത്ര നൂറിലൊന്നുകളുണ്ട്? 6 നൂറിലൊന്നുകളുണ്ട്. 84, 7 2 5 4 മടങ്ങ് എത്ര? 39.375. ഓപ്ഷൻ സി. 85, 36 × 24 = 864 ആയാൽ 0.036 × 2.4 എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 0.0864. 86, 75ന്റെ 20% 180ന്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ത്? 96. ഓപ്ഷൻ ബി. 87, 30,000 രൂപയ്ക്ക് 15% നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ എത്ര? 11,250. 88, √0.0676 = 0.26 ആയാൽ 0.026 എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 0.00676. 89, 79 km/h എത്ര m/s ആണെന്നാണ് ചോദ്യം. 20 m/s ആണ്. ഓപ്ഷൻ സി. 90, ഒരു ബാഗ് 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 120 രൂപ നഷ്ടം വന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം 20% ആണ്. ഓപ്ഷൻ സി. 91, 3-1 2-1 ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി 5/12. 92, 0, 2, 8, 14, -34. ഡാഷിന്റെ അടുത്ത് വരുന്നത് ഓപ്ഷൻ സി 24 ആണ്. അടുത്തത് വിട്ടുപോയ സ്ഥലത്തെ കണ്ടെത്താനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. KLLA. 94, 1985 ഡിസംബർ 25 ബുധനാഴ്ചയായാൽ 1988 ജനുവരി 2 ഏത് ദിവസമായിരിക്കും? ശനി. ഓപ്ഷൻ സി ശനി. 95, ഇന്ത്യ രൂപ. അപ്പൊ ജപ്പാന്റെ എന്താണ്? യെൻ. ഓപ്ഷൻ എ യെൻ. 96, കൂട്ടത്തിൽ പെടാത്താണ് ചോദ്യം. 36. 97, രാമുവിന് ക്ലാസ്സിൽ 14ാം റാങ്ക് ഉണ്ട്. ക്ലാസ്സിൽ 45 കുട്ടികളുണ്ട് എങ്കിൽ അവസാനത്ത് നിന്ന് നോക്കിയാൽ രാമുവിന്റെ റാങ്ക് എത്ര? 32. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഇവിടെ അവര് ആൻസർ 16 ആണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ആയിരിക്കില്ല, 30 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് 16 വരുന്നത്. പ്രൊഫഷണല് ഓപ്ഷൻ എ 16 ആണ് ഉത്തരം തന്നേക്കുന്നത്. 99, 2 വർഷം മുമ്പ് അമ്മയ്ക്ക് മകന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകന്റെ 3 മടങ്ങ് പ്രായമാകും എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എന്ത്? ഇപ്പോഴത്തെ പ്രായം 10. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വാക്കിനെ 2, 6, 4, 3, 7 എന്നെഴുതിയാൽ അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് TULSO എന്നത് എങ്ങനെ എഴുതാം? അത് 4, 3, 2, 7, 6 ആണ്. ഓപ്ഷൻ സി. അപ്പൊ ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.